ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും എക്സാം പോയിന്റിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 6 വൈവിധ്യങ്ങളുടെ ലോകം അഥവാ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. അപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ അങ്ങ് തുടങ്ങിയാലോ. നമുക്കറിയാം, ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും സൂര്യന്റെ രശ്മികൾ വ്യത്യസ്തമായ എമൗണ്ടിലാണ് വന്ന് വീഴുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, വ്യത്യസ്തമായ ക്ലൈമറ്റുകളും നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന വ്യത്യസ്തമായ ലാൻഡുകളിലെല്ലാം അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളില് വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേഷൻസ് ആണ് നിങ്ങൾ കാണുക അല്ലെ. ആ ഭൂപ്രകൃതിയിൽ പോലും ആ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തരിശു ഭൂമികളും നല്ല പച്ചപ്പാർന്ന കാടുകളും അതുപോലെ പുൽമേടുകളും ഒപ്പം എന്താ പറയുന്നത് മഞ്ഞ് വീഴ്ചയുള്ള വലിയ ഹിമാലയ പർവ്വതങ്ങളും എല്ലാം തന്നെ ഈ ഒരു ലോകത്തെ ഭൂമിയെ സുന്ദരമാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ പല ഭാഗങ്ങളിലും നമ്മൾ കാണുക. ഈ ഒരു വ്യത്യസ്തത നമ്മൾ കാണുന്നത് നമുക്ക് ഈ ഒരു ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന ഫ്ലോറ ആൻഡ് ഫോണയിൽ മാത്രമല്ല, അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫിൽ മാത്രമല്ല, മനുഷ്യ ജീവിതങ്ങളിലും ഹ്യൂമൻ ലൈഫിൽ പോലും ഈ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പോ എന്തായിരിക്കും ഇതിന് കാരണമെന്നാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ സത്യത്തില് ഈ വ്യത്യസ്തത എല്ലാം തന്നെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ സ്ഥലങ്ങളിലെ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയും അനുബന്ധ എന്താ പറയുന്നത് വെതേഴ്സും ഒക്കെയാണ് ഉള്ളത്. അപ്പോ ദ റീജിയൻ ഓൺ ദ എർത്ത് സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ക്ലൈമറ്റിക് റീജിയൻസ്. അതായത് ചില സ്ഥലങ്ങൾ ഭയങ്കര ചൂടായിരിക്കും, അപ്പൊ നമ്മളത് ഹോട്ട് ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയും അല്ലെ. ചിലതാകട്ടെ എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലമാണ്, ചിലതാകട്ടെ എപ്പോഴും എന്താ പച്ചപ്പാർന്ന സ്ഥലങ്ങളാ, അപ്പൊ നമ്മളവിടെ എവർഗ്രീൻ ആണെന്ന് പറയും അവിടെ. അതുപോലെ റെയിനി ആണെന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ ഹോട്ട് ഡെസേർട്ട് ആണെന്ന് പറയും. ഇത്തരത്തില് ഒരേ സിമിലർ ആയിട്ടുള്ള ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റീജിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലൈമറ്റിക് റീജിയൻസ് എന്ന് പറയുക. അപ്പൊ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തില് വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭൂമിയില് നമുക്ക് എന്ത് കാണാം, വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളാർന്ന പല കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് കാണാം. അപ്പോ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വൻകരകളിലും നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസും എക്സിസ്റ്റ് ചെയ്യുന്നു. ആദ്യം കാണാൻ പോകുന്നത് ഹോട്ട് ആൻഡ് റെയിനി ലാൻഡുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുക ആരെയാണ്, ദേ ആർ നോൺ ആസ് പിഗ്മീസ് അല്ലെ. അതായത് ഇവിടെ ശരിക്കും കാണുന്നത് പിഗ്മീസ് ഹണ്ടിങ്ങിന് അല്ലെങ്കിൽ എന്താ പറയുന്നത് വേട്ടയാടാനായിട്ട് റെഡി ആയിട്ട് പോകുന്ന ഒരു കാഴ്ചയാ. അവർക്ക് ഷോർട്ട് സ്റ്റാച്ചറും അതുപോലെ ഡാർക്ക് കോംപ്ലക്ഷനാ, ഇരുണ്ട നിറമുള്ളവരാ. കെസാവ അഥവാ ടാപ്പിയോക്ക കപ്പയാണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. അവര് പ്രധാനമായും ഈ പറയുന്ന ഹണ്ടഡ് മീറ്റ് അല്ലെ, മൃഗങ്ങളെ വേട്ടയാടി അതിന്റെ മാംസവും കാടിൽ നിന്ന് ശേഖരിക്കുന്ന കായ്കനികളുമാണ് ഭക്ഷിക്കുന്നത്. അവർ ധരിക്കുന്നതാകട്ടെ മാനിന്റെ തൊലി അല്ലെ, ഡിയർ സ്കിന്നും അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇലകൾ കൊണ്ടാണ് അവര് അവരുടെ ഡ്രസ്സുകൾ ക്ലോത്തുകൾ ഉണ്ടാക്കിയിരുന്നത്. ദേ ബിൽഡ് സെമി സർക്കുലർ ഹൗസസ് ഔട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് ട്രീ. മരത്തിന്റെ കൊമ്പുകൾ കൊണ്ടുള്ള വീടുകളാണ് അവർ ഉണ്ടാക്കിയിരുന്നതും സെമി സർക്കുലർ ഷേപ്പിലായിരുന്നു കേട്ടോ. ആൻഡ് ബ്രോഡ് ലീവ്സ് ഇതൊക്കെ ഉപയോഗിച്ചാണ് വീട് പണിതിരുന്നത്. ദേ ക്ലിയർലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. ശരിക്കും അവരുടെ ഡിയർ വണ്ണായിട്ട് കണ്ടിരുന്നത് ആരെയാണ്, ഫോറസ്റ്റിനെയാ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം എങ്ങനെയാണോ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അവർക്ക് കാടും. ഇപ്പൊ പിഗ്മീസിനെ കുറിച്ച് പറഞ്ഞു. പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് പിഗ്മീസിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മക്കളെ, ഇവിടെ നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ട്. ഹിയർ യു ക്യാൻ സീ സം പെക്യുലർ ഫീച്ചേഴ്സ് ഓഫ് ദ കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലുള്ള കോങ്കോ ബേസിനിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ പിഗ്മീസ് ആണ് കൂടുതലായിട്ടും താമസിക്കുന്നത് കേട്ടോ. High atmospheric temperature throughout the year and daily afternoon showers with thunder and lightning. അപ്പോ
വർഷം മുഴുവനും എന്താ പറയാ ചൂടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം എന്താണ് മഴ പെയ്യും. നല്ല ഇടിവെട്ടോട് കൂടിയ അല്ലെങ്കിൽ മിന്നലൊക്കെയുള്ള ആഫ്റ്റർനൂൺ ഷവേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷനിൽ നമുക്ക് പറയാം, അതായത് എപ്പോഴും നന്നായിട്ട് പച്ചപ്പുള്ള കാടുകളിലാകട്ടെ വലിയ വലിയ മരങ്ങളുണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട്, അതുപോലെ തിക് അണ്ടർഗ്രോത്ത്, മോസ്, വാൻഡ, അങ്ങനെ പല വിധത്തിലുള്ള ചെടികളും അതുപോലെ മരങ്ങൾ, വൻമരങ്ങളും കാണാൻ സാധിക്കും. ഡൈവേഴ്സ് ഫോണ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫോണ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി വാട്ട് മേ ബി ദ കോസ് ഫോർ ദ എബവ് മെൻഷൻഡ് പെക്യുലാരിറ്റീസ് ഇൻ ദ കോങ്കോ ബേസിൻ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതെല്ലാം തൊട്ട് മുൻപേ കണ്ട ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിലെ ആ ഒരു ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ അവസ്ഥയുമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഇത്രയും വ്യത്യസ്തമൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത് അല്ലെ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സൺലൈറ്റ് ഇസ് നോട്ട് യൂണിഫോം എവരിവെയർ. സൂര്യപ്രകാശം ഭൂമിയുടെ പല ഭാഗങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ദ പ്രോക്സിമിറ്റി ഓഫ് ദീസ് റീജിയൻസ് ടു ദ ഇക്വേറ്റർ കോസസ് ദീസ് പെക്യുലാരിറ്റീസ്. അപ്പോ ഇക്വേറ്ററിനോട് ചേർന്നത് അല്ലെങ്കിൽ അവിടെ ലൈറ്റ് വീഴുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. മക്കളെ, അങ്ങനെ ഒരു വ്യതിയാനം ഉണ്ടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പ്ലാന്റ് ആനിമൽ ഡൈവേഴ്സിറ്റി എല്ലാം അഫക്റ്റ് ചെയ്യും. ചൂട് സർവൈവ് ചെയ്യാൻ സാധിക്കുന്ന മൃഗങ്ങളും മരങ്ങളും മാത്രമേ മരുഭൂമിയിൽ കാണാൻ സാധിക്കൂ അല്ലെ. കൊടും തണുപ്പ് ആവശ്യമായവർ ഒരിക്കലും മരുഭൂമിയിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മരുഭൂമിയിൽ ജീവിക്കുന്ന ക്യാമലിനെയും കാക്ടസിനെയും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, എവർഗ്രീൻ ഫോറസ്റ്റിലും കാണാൻ സാധിക്കില്ല. സോ ഇക്വറ്റോറിയൽ റീജിയൻസിൽ ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റീജിയൻസ് ഉണ്ടോ, അത് മറ്റ് കോണ്ടിനെന്റ്സിലൊക്കെ ഉണ്ടോ, നമുക്ക് നോക്കാം. Similar characteristics prevail in the Amazon River Basin in South America. നമ്മളിപ്പോ കണ്ട അതേ പ്രത്യേകത നമുക്ക് എവിടെ കാണാം, ആമസോൺ റിവർ ബേസിനിൽ കാണാം, സൗത്ത് അമേരിക്കയിൽ. അതുപോലെ in the Southeast Asian countries like Malaysia and Indonesia. അതെന്തുകൊണ്ടായിരിക്കും ഇവിടെയൊക്കെ ഒരേപോലത്തെ ക്ലൈമറ്റ് വന്നത്? The Aboriginal tribes of the Amazon River Basin in South America, the Semans of Malaysia, the Kubus and Dayaks of Indonesia are also forest dwellers like the Pygmies. അപ്പൊ പിഗ്മീസിനെ കുറിച്ച് നമ്മൾ ആദ്യം കണ്ടു. അവരെ പോലെ തന്നെ കാടിനെ സ്വന്തം വീടായി കണക്കാക്കുന്ന കുറച്ച് ട്രൈബുകളാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ. ഇപ്പൊ കോങ്കോ ബേസിൻ, ആഫ്രിക്കയിലുള്ള കോങ്കോൻ ബേസിലെ ആളുകളും അതുപോലെ നമ്മളിപ്പോ റിവർ ബേസിൻ, ആമസോൺ റിവർ ബേസിനിലുള്ള സൗത്ത് അമേരിക്കയിലെ കാണുന്ന ട്രൈബും, ഇതെല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾ 2-3 ട്രൈബുകളുടെ പേരൊന്ന് പഠിച്ചിരിക്കുക. ഇനി ഇത്തരത്തില് നമ്മളിപ്പോ കണ്ട പ്ലേസസിന്റെ എല്ലാം പ്രത്യേകത ഇത്രമേ ഉള്ളൂ. ഇതെല്ലാം തന്നെ, ഈ പ്ലേസസ് എല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഇക്വേറ്ററിന്റെ 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തിനും ഇടയിൽ വരുന്ന സ്ഥലങ്ങളിലെ ട്രൈബുകളെ കുറിച്ച് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമാറ്റിക് റീജിയൻ നമ്മൾ എന്ത് പറയും, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയും കേട്ടോ. അപ്പൊ പിഗ്മികളാണെങ്കിലും കോങ്കോ ബേസിൻ ആഫ്രിക്കയിൽ വരുന്നവരാണെങ്കിലും ഇത് നമ്മൾ കണ്ട ആമസോൺ റിവർ ബേസിൻ സൗത്ത് അമേരിക്ക, ഇവരെല്ലാം തന്നെ they are located in between 10 degree north and 10 degree south of the equator. അപ്പൊ ഈ റീജിയൻ എന്ത് പേരാ പറയാ, മറക്കരുത്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. നമ്മൾ ആദ്യം കാണുന്ന ക്ലൈമാറ്റിക് റീജിയൻ ആണ് കേട്ടോ ഇത്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. മനസ്സിലായല്ലോ, വെരി ഗുഡ്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയന്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്, അവിടെ ഡെൻസ് ഫോറസ്റ്റ് ആണ് അല്ലെ, ഭയങ്കര കനത്ത എന്താ പറയാ കാടുകളാണ് നമ്മൾ കാണുക. അവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന മരത്തടികള് മഹാഗണിയുടെയും എബോണിയുടെയും റോസ്വുഡിന്റെ ഒക്കെയാണ് കേട്ടോ. നല്ല വില കൂടിയ നല്ല കട്ടിയുള്ള ബാർക്കുള്ള ഹാർഡ് വുഡ് ട്രീസ് ആണ് അവിടെ കാണാനുള്ളത്. അതുപോലെ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് കാണാം, ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനില് എവർഗ്രീൻ ഫോറസ്റ്റുകളുണ്ട്, എപ്പോഴും നിത്യഹരിതം അല്ലെ, നിത്യവും പച്ചപ്പാർന്ന ഫോറസ്റ്റുകൾ. അതായത് more than 1000 of species of plants grow densely in every square kilometer area of equatorial forest region. അപ്പൊ നോക്കി, അത്രമാത്രം മരങ്ങളാൽ തിങ്ങി നിറഞ്ഞ്
പച്ചപ്പണിഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റുകൾ കേട്ടോ മക്കളെ. ഇവിടെയുള്ള ട്രീകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവര് എന്ത് ചെയ്യില്ല, അവരുടെ ഇലകൾ പൊഴിക്കുന്നില്ല കേട്ടോ. എത്ര ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ആ ഒരു പച്ചപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് കോപ്പിയസ് റെയിൻഫോൾ, അവിടെ മഴയും ഇടക്കിടക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റുകൾ നമ്മൾ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പേര് വന്നതെന്ന് ചോദിച്ചാൽ ഇത് ഉത്തരമായിട്ട് എഴുതുക. സോ collecting forest resources is a major livelihood of the equatorial climatic region. അപ്പോൾ അവിടുത്തെ ജനങ്ങള് പ്രധാനമായിട്ടും ഈ കാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന കായ്ക്കനികളും മരത്തടികളും അല്ലെങ്കിൽ മരത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് അവരുടെ വരുമാന മാർഗം. ഇനി ഫോണ, അവിടെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പീഷീസ് നമുക്ക് കാണാം. അതായത് എയ്പ്സ്, lemur, orangutans, reptiles crawling from tree to tree, animals like hippopotamus and crocodile that mostly dwell in water, and birds like parrots, hornbills, etc. അപ്പൊ ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് ഓർഗാനിസംസ് ഫോണയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണുക. അപ്പൊ അതിന്റെ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലെമർ കാണാം, അതുപോലെ ഹോൺബിൽ ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. സ്നേക്ക് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമ്മൾ വരുന്നത് ബയോഡൈവേഴ്സിറ്റി ഇൻ ദ ആമസോൺ ബേസിൻ. ആമസോൺ ബേസിനിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷി മൃഗാദികളെയൊക്കെ കുറിച്ചാണ് പറയുക. വേൾഡ്സ് മോസ്റ്റ് എക്സ്പാൻസീവ് റെയിൻ ഫോറസ്റ്റ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി ബിലോങ് ടു ദ ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക. അപ്പൊ ഇവിടെ very high day temperature and abundant rain foster the region's rich biodiversity. അപ്പോൾ ഇവിടെ ഇത്രയും വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ നിലനിൽക്കാനുള്ള പ്രധാന കാരണം എന്താണ്? അവിടെ പകല് മുഴുവൻ നല്ല ഹൈ ടെമ്പറേച്ചർ ആണ്, എന്നാൽ പോലും ആവശ്യത്തിന് മഴ അവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു ക്ലൈമറ്റിൽ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന പക്ഷി മൃഗാദികളെയും ചെടികളെയും മൃഗങ്ങളെയും അതുപോലെ തന്നെ എന്താണ് മരങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. മക്കളെ, innumerable species of vegetation ranging from tall hardwood trees to moss are the specialty of the region. വൻ തടികളുള്ള മരങ്ങൾ തൊട്ട് വളരെ നേർത്ത മോസസ് അല്ലെ, നമുക്കറിയാം മതിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂപ്പല് വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന അറിയാം. ഇൻഫിനിറ്റ് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കോടിക്കണക്കിന് മൈക്രോ ഓർഗാനിസംസും എന്താ പറയാ ചിലന്തി തൊട്ടുള്ള ഇൻസെക്ട്സുകളും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള മങ്കീസ്, ആംഫീബിയനുകൾ, അതായത് കരയിലും എന്താ പറയാ കടലിലും കാണുന്ന ആംഫീബിയൻസും ഇഴജന്തുക്കളും ബേർഡ്സും എല്ലാം തന്നെ ഈ ഒരു എന്താ പറയാ ആമസോൺ ബേസിനിലുള്ള ആ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ഭംഗി കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഇനി all the places in the equatorial climatic region are not forest land. അപ്പോ ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ പറ്റി പഠിക്കുമ്പോൾ എല്ലാം എവർഗ്രീൻ ഫോറസ്റ്റ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എല്ലാം അത്തരത്തിലുള്ള ഒരു ഫോറസ്റ്റ് ലാൻഡുകളല്ല. അപ്പോ അതിന്റെ ഉദാഹരണങ്ങൾ നോക്കണ്ടേ? യെസ്, ഇൻ സം പ്ലേസസ് ലൈക്ക് ബ്രസീൽ, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ falls in this climatic region. അവിടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്, പക്ഷേ അവിടെ അഗ്രികൾച്ചർ ഉണ്ട്, മൈനിങ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാം റെയിൻ ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റുകളാണ്. അവര് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്നാണ് ലൈവ്ലിഹുഡ് കണ്ടെത്തുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചില ഭാഗങ്ങളിൽ ബ്രസീല്, മലേഷ്യ, ഇന്തോനേഷ്യയുടെ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ കൃഷി മാത്രമല്ല മൈനിങ്, അതുപോലെ പല വിധത്തിലുള്ള വ്യവസായങ്ങൾ ഒക്കെ അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ദീസ് പ്ലേസസ് ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു ബിഗ് സിറ്റീസ് അല്ലെ. കോലാലംപൂർ മലേഷ്യയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് കോലാലംപൂർ സിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന രണ്ടാമത്തെ ക്ലൈമാറ്റിക് റീജിയൻ ആണ് ഡ്രൈ സാൻഡി സ്ട്രെച്ചുകൾ. അതായത് ദ അബോറിജിനൽ ട്രൈബ്സ് ഓഫ് കലഹാരി ആർ നോൺ ആസ് ബുഷ്മൻ, അതുപോലെ Tuareg people of Western Sahara and Bedouins of Arabian Desert. They are the inhabitants of the hot deserts spread over the different continents of the world. അപ്പോൾ നമ്മുടെ ലോകത്തിലെ 5
എന്താ പറയാ 7 വൻകരകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പല സ്ഥലങ്ങളിലും നമുക്ക് വളരെ ചൂടുള്ള മരുഭൂമികൾ കാണാം അല്ലെ. അപ്പൊ അതിൽ തന്നെ ഇത്രയും ഡ്രൈ ആയിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മളിപ്പോ പറഞ്ഞവയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. 1-2 ഉദാഹരണങ്ങളെങ്കിലും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഇനി ഈ ഒരു മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ചൂടായിരിക്കും. ആ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ബേർഡ്സും ആനിമൽസും ഒക്കെ അവിടെ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം അവരെങ്ങനെയാ ജീവിക്കുന്നത്. പ്രധാനമായിട്ടും ഹണ്ടിങ് ഉണ്ട്, അതുപോലെ ക്യാമൽ, ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്നാ പറയുന്നത്. അതുപോലെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കിക്കേ. അവര് പ്രധാനമായിട്ടും ഷീപ്പ് റിയറിങ്ങിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ അവരുടെ താമസം എവിടെയാന്ന് നോക്കിക്കേ. അപ്പൊ ഇതാണ് എന്താ പറയാ നമ്മളിപ്പോ കണ്ട ഒരു ഹോട്ട് ഡെസേർട്ടിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഹോട്ട് ഡെസേർട്ട് നമ്മുടെ ഗ്ലോബിൽ നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? യെസ്, hot deserts are located along the western margins of the continents on both the hemispheres between 20 and 30 latitude. മനസ്സിലായല്ലോ? 2 ഹെമിസ്ഫിയറിലും, അതായത് കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ മാർജിനിലുള്ള 2 ഹെമിസ്ഫിയറിലും 20 തൊട്ട് 30 ലാറ്റിറ്റ്യൂഡ്സ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഹോട്ട് ഡെസേർട്ടുകളാണ്. ഓക്കെ, പഠിക്കാം. നോക്കാം, ഹോട്ട് ഡെസേർട്ടും അതേത് കോണ്ടിനെന്റിലാണ്? പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാച്ച് ചോദിക്കാറുണ്ട്. സഹാറ നമുക്കറിയാം ആഫ്രിക്കയിലാണ്, കലാഹാരി ആഫ്രിക്ക, അറേബ്യൻ ഡെസേർട്ട് ഇൻ ഏഷ്യ, താർ ഇൻ ഏഷ്യ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആ പേര് തന്നെ ഉണ്ട് ഓസ്ട്രേലിയ, അറ്റക്കാമ ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് മൊഹേവ് ഇൻ നോർത്ത് അമേരിക്ക. അപ്പൊ സ്ഥലങ്ങളും ആ കോണ്ടിനെന്റും ഏത് ഡെസേർട്ട് ആണെന്ന് പേര് പഠിക്കാം. ഇനി ഡു യു നോ ദ കോമൺ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോട്ട് ഡെസേർട്ട്? മരുഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മരുഭൂമികളുടെ പ്രത്യേകത. though the day temperature is very high, അവിടെ രാത്രികൾ വളരെ തണുപ്പ് നിറഞ്ഞതാണ് കേട്ടോ. പകല് മുഴുവൻ കൊടും ചൂടാണെങ്കിൽ രാത്രി വളരെ തണുപ്പാണ്. അതുപോലെ സമ്മർ ആവുമ്പോഴെന്താണ് അവിടെ ചൂടാണ് നമുക്കറിയാം, പക്ഷെ വെരി ലോ ടെമ്പറേച്ചർ ഇസ് എക്സ്പീരിയൻസ്ഡ് ഇൻ വിന്റേഴ്സ്. വിന്റർ കാലമാകുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അതുപോലെ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇസ് വെരി ലെസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ചെടികളൊന്നും വലിയ കാര്യമായിട്ട് അവിടെ വളരില്ല. കാക്ടസ് പോലെയുള്ള ചെടികൾ മാത്രമാണ് നമുക്ക് കൂടുതൽ അവിടെ കാണാൻ സാധിക്കും, കാരണം അവർക്ക് അധികം വെള്ളം ആവശ്യമായിട്ട് വരുന്നില്ല. ദേ ഹാവ് മോഡിഫൈഡ് സ്റ്റെംസ് അല്ലെ. സോ കാക്ടൈ, അക്കേഷ്യ are the form of vegetation in this dry land with very high temperature and dry wind. പോർക്ക, കാക്ടസുകളും അക്കേഷ്യയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന ഡെസേർട്ടുകളിൽ കാണുന്നത്. Cacti have no leaves. ഞാൻ പറഞ്ഞു ലീവ്സ് ഇല്ല, പകരം they have fleshy stem. They have modified stem. നോക്കാം എന്തുകൊണ്ടാണെന്ന്. കാരണം അവർക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ജീവിക്കാം. വെള്ളം കിട്ടിയില്ലെങ്കിൽ പോലും കൂടുതൽ നാള് നിലനിൽക്കാൻ, ഡ്രൈ ആവാതെ നിൽക്കാൻ സാധിക്കും. ഇനി പറയുന്നത് ഒരുപാട് ആനിമൽസും അതുപോലെ ഡിഫറെന്റ് ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും മങ്കികളും ഡോങ്കീസ്, ഹോഴ്സസ്, ഫോക്സുകള്, സ്നേക്കുകള്, സ്കോർപിയോൺസ്, ലിസാർഡ്സ് എല്ലാം തന്നെ അവിടെ ഡ്രൈ ലാൻഡിൽ അല്ലെങ്കിൽ ഡ്രൈ ഡെസേർട്സിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫോണയിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. മരുഭൂമിയെ സുന്ദരമാക്കുന്ന ജീവികളാണ് ഇവയെല്ലാം. മക്കളെ, അവിടെ ഹണ്ടിങ്ങും അതുപോലെ കാറ്റിൽ റിയറിങ്ങും അല്ലെ, എന്താ പറയാ വേട്ടയാടാനും അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്താനും ഒക്കെ അവരുടെ ജീവിതം വരുമാന മാർഗമായി കണ്ടിരുന്നു. അതുപോലെ തന്നെ മീറ്റ്, മിൽക്ക്, മില്ലറ്റ്സ്, ഡേറ്റ്സ് എല്ലാം തന്നെ അവരുടെ ഡയറ്റിന്റെ, അവരുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു. കാരണം അവർ മൃഗങ്ങളെ വളർത്തുന്നതുകൊണ്ട് തന്നെ പാലിനും മുട്ടയ്ക്ക് ക്ഷാമമില്ല. മില്ലറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് നമുക്കറിയാം കോമൺ ഇൻ ഡെസേർട്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവരുടെ ഒരു ഡയറ്റിൽ പ്രധാനമായിട്ട് ഉണ്ടായതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടത്ര ഊർജ്ജം നന്നായിട്ട് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനി പെർമനന്റ് സെറ്റിൽമെന്റ്സ്, they are found only around oases in hot desert. പെർമനന്റ് ആയിട്ട് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്ന ഒയാസിസ് റീജിയനിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് കാണുക. oases are the places where water is available in hot desert. അപ്പൊ വെള്ളം അവൈലബിൾ ആയിട്ടുള്ള മരുഭൂമിയിലെ ഭാഗങ്ങളായിരുന്നു ഒയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാന്റുകള്, ആനിമല്, അതുപോലെ മനുഷ്യ ജീവിതങ്ങളൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഇൻ ആൻഡ് അറൌണ്ട് ദീസ് വാട്ടർ ബോഡീസ്. അതാണ് ഓസസ് എന്ന് പറയുക കേട്ടോ. അപ്പൊ അവിടെയാണ് ജനങ്ങൾ കൂടുതലും
താമസിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. മനുഷ്യര് മാത്രമല്ല, അവിടെയുള്ള ജീവജാലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തിരുന്നത്, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോ നമുക്കിവിടെ ഒരു വെള്ളം ഉണ്ട് അവിടെ അല്ലെ, ഇതൊരു ഓയസിസ് ആണ്. കാരണം എന്താണ്, ആ ഒരു വെള്ളത്തിന് ചുറ്റപ്പെട്ട് അതിനൊക്കെ പറ്റി അടുത്തായിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. അവിടെയാണ് നമുക്ക് മൃഗങ്ങളെയും ഈ കൂടുതലും ഉണ്ടോ പക്ഷികളും അതുപോലെ തന്നെ ചെടികളും മരങ്ങളെല്ലാം കാണാൻ സാധിക്കുക. നൈൽ റിവർ ബേസിൻ ഇൻ ആഫ്രിക്ക ഇസ് എൻ എക്സാമ്പിൾ. നമുക്കറിയാം നൈൽ റിവർ ആഫ്രിക്കയിലാണ്. അതൊരു പെർമനന്റ് സെറ്റിൽമെന്റ് ആയിട്ടുള്ള റീജിയൻ എക്സാമ്പിൾ ആണ്. മരുഭൂമിയാണെങ്കിലും അവിടെ അഗ്രികൾച്ചർ ചെയ്യുന്നവരുണ്ട്, ആനിമൽ റീഡിങ് കന്നുകാലികളെ മേയിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ജീവിത മാർഗം നൈൽ ബേസിനില്. പ്രധാനമായിട്ടും അവര് കൃഷിയായിട്ട് ചെയ്തിരുന്നത് വീറ്റ്, ഗോതമ്പ്, മെയ്സ്, അതുപോലെ പലവിധത്തിലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ കോട്ടൺ, ഇതെല്ലാമാണ് അഗ്രികൾച്ചറൽ ക്രോപ്സ് ആയിട്ട് ഡെസേർട്ട് റീജിയനിൽ അവര് ഉണ്ടാക്കിയിരുന്നത്. നമുക്കറിയാം ഈജിപ്തിനെ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നാണ് നമ്മൾ പറയുക അല്ലെ. ഈജിപ്റ്റ് ഈസ് നോൺ ആസ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. എന്തുകൊണ്ടാ? നൈലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു നദി അത്യാവശ്യമായിരുന്നു. അവിടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം, അത് കുടിക്കാനായിക്കൊള്ളട്ടെ, അവരുടെ ജീവിത കാര്യങ്ങൾ സാധിക്കാനായിക്കൊള്ളട്ടെ, അവർക്ക് ലഭിച്ചിരുന്ന ആകെ ഒരു സ്രോതസ് എന്ന് പറയുന്നത് നൈൽ നദിയായിരുന്നു. അപ്പൊ നൈൽ നദി ഇല്ല എന്നുണ്ടെങ്കിൽ ഈജിപ്തിനൊരു മുന്നോട്ടേക്ക് ഒരു ജീവിതമില്ല. അപ്പൊ അവരുടെ ജീവിതം ചുറ്റിപ്പറ്റി നിന്നിരുന്ന നൈൽ നദിയെ ആശ്രയിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈജിപ്ത് ഈസ് നോൺ ആസ് ദ, ഈജിപ്തിനെ പറയാ ദ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നാണ് കേട്ടോ. അപ്പൊ ഈജിപ്ത് ഈസ് എപ്റ്റിക്കലി കോൾഡ് ഗിഫ്റ്റ് ഓഫ് നൈൽ. ഒന്നുകൂടി നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ഇവിടെ കൂടുതൽ ഡെസേർട്ടുകളാണ്. അതിന്റെ ഓൺലി എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നൈൽ ബേസിൻ മാത്രമാണ്. അപ്പൊ നൈൽ ബേസിനില് നമുക്ക് എന്ത് കാണാം, ഏർലി സിവിലൈസേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ. അതുകൊണ്ട് കൃഷിയെല്ലാം എനേബിൾ ചെയ്യാനും ആ ഒരു സ്ഥലം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകാനും ഇടവന്നു. നൈൽ ബേസിൻ എന്ന് പറഞ്ഞിട്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ഇൻ ദ വേൾഡ്. ഒരുപാട് പേര് അവിടെ തിങ്ങി പാർക്കാൻ തുടങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട്. സോ നൈലിനെ നമുക്ക് എന്ത് പറയാം, ലൈഫ് ബ്ലഡ് ഓഫ് ഈജിപ്ത്. ഈജിപ്തിന്റെ ജീവരക്തം എന്നാണ് ഇതിനെ പറയുന്നത്, നൈലിനെ വിശേഷിപ്പിക്കുന്നത്. ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ മക്കളെ. മോസ്റ്റ് ഓഫ് ദ ഡെസേർട്സ്, ഹോട്ട് ഡെസേർട്സ് ആർ റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ്സ്. പ്രധാനമായിട്ടും ഖനനമാണ് ചെയ്തിരുന്നത്, മൈനിങ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അതും ആ ഒരു ഏരിയ ഡെവലപ്പ് ആവാനുള്ള കാരണമായി മാറി. ദിസ് ഡെവലപ്മെന്റ് അട്രാക്റ്റഡ് ദ പീപ്പിൾ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലേക്ക് കൂടുതൽ ആളുകൾ വരാനും ഈ പറയുന്ന ഖനനമൊക്കെ നടത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു. All the major cities in the desert region of the world have evolved in this manner. പ്രധാനമായിട്ടും അറബ് രാജ്യങ്ങളിൽ ഇത്തരത്തില് ഉയർച്ചയുണ്ടായ പല സിറ്റീസും ചരിത്രം കാണുന്നുണ്ട്. As you know, it is the petroleum deposit which has contributed to the development of these cities. അപ്പോൾ പ്രധാനമായും ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഉണ്ടായിരുന്ന പെട്രോളിന്റെ ഖനനം അല്ലെങ്കിൽ ആ ഒരു ഡെപ്പോസിറ്റ്സ് ആണ് ആ രാജ്യത്തെ കൂടുതൽ പെട്ടെന്ന് ഡെവലപ്ഡ് ആക്കാനായിട്ട് ഒരുപാട് പേര് ജോലി തേടി അറബ് രാജ്യങ്ങളിലേക്ക് ചെല്ലാനും ഒക്കെ ഇടവന്നത്. ഇവിടെ നിങ്ങൾ കാണുക, സൗദി അറേബ്യയിലെ റിയാദ് സിറ്റി ഒരുപാട് പേര് അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. ജോലിക്കായിട്ടും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേര് നിരന്തരം പോയി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഇവിടെ ഉണ്ടാവാനുള്ള കാരണം എന്താ, മരുഭൂമിയൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു അറബ് രാജ്യത്ത് ഈ പറയുന്ന ഉയർച്ചയൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്, അവിടെ നമ്മള് ഈ പറയുന്ന എന്താ പറയാ ചെറിയൊരു ഹോട്ട് ഡെസേർട്ട് ആണെങ്കിൽ പോലും ഈ പറയുന്ന പെട്രോളിയം ഡെപ്പോസിറ്റുകളും മൈനിങ്ങും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മൈനിങ്ങിന് പ്രധാനമായിട്ടും ആ ഒരു കൺട്രി ഡെവലപ്പ് ആവാൻ ഇടവന്നത്. ഇനി ലൈറ്റ് കളേർഡ് ലൂസ് ഫിറ്റിംഗ് ഗാർമെന്റുകളാണ് അവിടെ ഡെസേർട്ടിലുള്ള ആളുകൾ പ്രധാനമായും ധരിച്ചിരുന്നത്. ശരീരത്തോട് ചേർന്ന് കിടക്കാത്ത ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ. അതിന്റെ കാരണം എന്താണ്, അവർക്ക് ചൂട് അധികം ബോഡിക്ക് ഫീൽ ചെയ്യാതിരിക്കാനാ. അതുപോലെ തലയിൽ തലപ്പാവ് ധരിച്ചിരുന്നു അല്ലെ, ടർബൻസ് പാർഷ്യലി കവറിംഗ് ദ ഫേസ്. മുഴുവനായിട്ടും മുഴുവനല്ല, ഭാഗം മാത്രം പുറത്ത് കാണത്തക്ക രീതിയിൽ തല മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് അവര് ധരിച്ചിരുന്നത്. അതുപോലെ നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടുള്ളൊരു വെഹിക്കിൾ എന്ന് പറഞ്ഞ ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ ക്യാമൽ ആയിരുന്നു. അപ്പോ ക്യാമലാണ് എന്ത്, ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന് അറിയപ്പെടുക കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യർക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനാണെങ്കിലും ഗുഡ്സ് ക്യാരി ചെയ്യാനാണെങ്കിലും ഒക്കെ അവർ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ക്യാമൽസിനെയും മറ്റു മൃഗങ്ങളെയുമാണ്.
ക്യാമൽസ് എന്ന് പറയുന്നത് അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ they are called the ship of deserts. The camels survive in the hostile. എത്ര എന്താ പറയാ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും സർവൈവ് ചെയ്ത് പോകുന്ന ഒരു മൃഗം കൂടിയാണ് കേട്ടോ ക്യാമൽ. Desert condition thanks to their capacity to store water within the body and to maintain a moderate body heat. അവരുടെ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ശരീരത്തിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ക്യാമലിന് ഈ ഒരു പേര് വന്നത്. അതുപോലെ joined toes help them from sinking in sand. നമ്മളിപ്പോ മരുഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ കാല് അതില് മണ്ണിലേക്ക് പൂണ്ടു പോകും അല്ലെ. അത്തരത്തിലധികം പൂണ്ടു പോകാതെ ക്യാമൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ ജോയിന്റ് ടോസ് ആണ് കേട്ടോ. അതുപോലെ ഡബിൾ ഐലിഡ്സ് അവർക്കുണ്ട്, ഡബിൾ ഐലിഡ്സ്. അതുപോലെ നല്ല നീളമുള്ള ലോങ് ഐ ലാഷസ് എല്ലാം അവരെ ഈ മരുഭൂമിയിലെ ആ ഒരു പൊടിക്കാറ്റിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ചിരുന്നു എന്നാ പറയാ. ഇനി കാണുക ലാൻഡ് ഓഫ് എറ്റേണൽ സ്റ്റോ. അപ്പൊ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കണ്ടല്ലേ. ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചും കണ്ടു, ഹോട്ട് ആയിട്ടുള്ള ഡെസേർട്ട് റീജിയൻസിനെ കുറിച്ചും കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, ലാൻഡ് ഓഫ് എറ്റേണൽ സ്നോ. തണുത്തുറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടാ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ടെമ്പററി ഹൗസ് ആണ് കേട്ടോ. അതിനെ പറയാ ഇഗ്ലൂ എന്നാണ്. ഇറ്റ് ഈസ് ബിൽഡ് ബൈ ദ ഇൻയുറ്റ് ട്രൈബ്. ഇൻയുറ്റ്സ് എന്ന് പറഞ്ഞ ശരിക്കും എന്താണ്, they are the dwellers of the permanently snow covered region in the northern part of North America and Eurasia. യുറേഷ്യയുടെയും നോർത്ത് അമേരിക്കയുടെയും നോർത്ത് ഭാഗങ്ങളില് ഈ പറയുന്ന മഞ്ഞ് വീഴ്ചയുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്ന, സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരെയാണ് ഇൻയുറ്റ്സ് എന്ന് പറയുക. അപ്പൊ അവരുടെ വീടുകളാണ് ഇഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു റീജിയന്റെ പ്രത്യേകത ഭയങ്കര എന്താ പറയാ, എക്സ്ട്രീംലി ലോങ് ഡേയ്സ് ആൻഡ് നൈറ്റ്, നീളം കൂടിയ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആണ്. ഏകദേശം 6 മാസത്തോളം പകലും ബാക്കി 6 മാസം രാത്രിയുമാണ്. അതുപോലെ ഇൻയുറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ അഡാപ്റ്റഡ് ടു ദ അഡ്വേഴ്സ് ക്ലൈമറ്റ് ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സ്. ഈ ഒരു മനുഷ്യര് തണുപ്പുള്ള റീജിയൻസിൽ ഇഗ്ലൂസിൽ താമസിക്കുന്നു നമ്മൾ പറഞ്ഞു. അവർക്ക് എത്ര മോശം കാലാവസ്ഥയിലും എന്തുമാത്രം കുടിക്കാൻ വെള്ളമില്ല അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലെങ്കിൽ പോലും സർവൈവ് ചെയ്യാൻ കഴിവുള്ളവരാണ്. പ്രധാനമായും അവരുടെ ജീവിതമാർഗമായി കണ്ടിരുന്ന ഹണ്ടിങ്ങും അതുപോലെ ഫിഷിങ്ങും തന്നെയാണ് കേട്ടോ. അവര് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് താമസിച്ചിരുന്നത്. ഒരിക്കലും ഒരു പെർമനന്റ് സെറ്റിൽമെന്റിനെ ആഗ്രഹിച്ചിരുന്നില്ല. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിയിൽ മറ്റ് ഗ്രൂപ്പുകളായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, അവരുടെ വീടുകൾ they also made houses using bones of whales. ഓക്കെ, തിമിംഗലത്തിന്റെ എല്ലാം എല്ലുകൾ കൊണ്ടും അതുപോലെ വളരെ റഫ് ആയിട്ടുള്ള കൂർത്ത പാറകൾ ഉപയോഗിച്ചും ലെതർ ഉപയോഗിച്ചൊക്കെയാണ് അവർ വീട് അതിന്റെ ആ ഒരു എന്താ പറയുന്ന പ്രൊട്ടക്ഷൻ അവർ ഒരുക്കിയിരുന്നത്. അതുപോലെ സമ്മർ സീസണിലാണെങ്കിൽ അവർ സീൽസിനെയും അതുപോലെ റെയിൻ ഡിയറിനെയും പോളാർ ബിയറിനെയും എല്ലാം ഹണ്ട് ചെയ്യും. കൊന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫ്ലഷ് കഴിക്കും. ആ ക്ലോത്ത് അവര് ഉപയോഗിച്ച് അവര് അതിന്റെ സ്കിൻ ഉപയോഗിച്ച് ഡ്രസ്സ് ഉണ്ടാക്കും. അതിന്റെ ബോണുകൾ എല്ലുകൾ ഉപയോഗിച്ച് അവർ വെപ്പൺസ് ഉണ്ടാക്കും. പിന്നെ വീടിന്റെ ഭാഗങ്ങളാക്കിയൊക്കെ മാറ്റും. സോ ദേ നെവർ ലീവ് ദ ഇഗ്ലൂ ഡ്യൂറിങ് ദ വിന്റർ. ആ ഒരു തണുപ്പ് സമയത്ത് അവർ ഒരിക്കലും ഇഗ്ലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പൊ ഏകദേശം 6 മാസം ഇഗ്ലൂടെ ഉള്ളിലാണ് അവർ താമസിക്കുക. ബാക്കി 6 മാസമാണ് അവർ പുറത്തിറങ്ങി പിന്നീടുള്ള ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ശേഖരിക്കുകയും മൃഗങ്ങളെയൊക്കെ വേട്ടയാടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു കഥ പോലെ മനസ്സിലാക്കുക കേട്ടോ, അപ്പൊ മറന്നു പോവില്ല. അതുപോലെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ അവർ നേരത്തെ അഡ്വാൻസ്ഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ ഡ്രസ്സിംഗ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കേട്ടോ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത് ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളും എന്ത് ഡ്രസ്സുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ലെതർ ഷൂസും ഡബിൾ ലെയർ ആയിട്ടുള്ള ജാക്കറ്റുകളും ട്രൗസേഴ്സും, അതായത് ഫർ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ട്രൗസേഴ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും കോസ്റ്റ്യൂമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഇൻയുറ്റ്സിന്റെ ഗ്രൂപ്പാണ് നിങ്ങളിവിടെ കാണുക അല്ലെ. ഓക്കെ, അപ്പൊ തണുപ്പിനെ എന്താ പറയാ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ട് എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഡ്രസ്സുകളാണ് അവര് നിരന്തരം ഉപയോഗിക്കുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ട് തന്നെ ഇതിനോട് അവര് പ്രാക്ടീസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു തണുപ്പിൽ പോലും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് അവൈലബിൾ അല്ല, റിസോഴ്സ് ഇല്ല, ഫുഡ് ഇല്ല, അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പോലും സർവൈവ് ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. Inuits traveling on flat sledges driven by tamed dogs is a common scene in the region. അവിടെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ക്ലൈമറ്റ് വരാൻ കാരണം? This climatic region lying to the north of Arctic
ആർട്ടിക് സർക്കിൾ, അതായത് 66.5 ഡിഗ്രി നോർത്ത് ആണ് ആർട്ടിക് സർക്കിൾ വരിക. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടുവേർഡ്സ് അറൌണ്ട് ദ നോർത്ത് പോൾ. അപ്പൊ ആർട്ടിക് സർക്കിൾ തൊട്ട് നോർത്ത് പോൾ വരെ നോർത്തേൺ റീജിയനിൽ കാണുന്ന ആ ഒരു ക്ലൈമാറ്റിക് റീജിയനെയാണ് നമ്മൾ എന്ത് പറയാ? ടുൻഡ്ര ക്ലൈമാറ്റിക് റീജിയൻ. ടുൻഡ്ര ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു റീജിയനെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇതൊക്കെയാണ്. ലോ റെയിൻഫോൾ, മഴ കുറവാണ്. സ്കേർസ് വെജിറ്റേഷൻ, കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ എക്സ്ട്രീംലി ലോ പോപ്പുലേഷൻ, വളരെ കുറവ് ജനസംഖ്യ മാത്രമേ അവിടെയുള്ളൂ. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ കോൾഡ് ഡെസേർട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ റെയർലി എക്സ്പീരിയൻസ്ഡ് 100 ഡിഗ്രി സെൽഷ്യസ്, വല്ലപ്പോഴും മാത്രമാണ് എന്ത് ചെയ്യുക, ചൂടൊന്ന് കൂടി വരിക. അത് ജൂൺ മാസത്തില്. സോ അതാണ് അവിടുത്തെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം കേട്ടോ. 100 ഡിഗ്രി വല്ല കാലത്തും ജൂണിൽ ഉണ്ടാവുന്നതാണ് ഇത്തരം തണുത്ത റീജിയൻസിൽ പറയുന്ന ഒരു നല്ലൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും അവിടെ തണുത്തുറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും അവർ സർവൈവ് ചെയ്യുന്നത് എന്താ പറയുന്നത്, എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റിനെ സർവൈവ് ചെയ്ത് പോരുന്നുണ്ട്. ആൻഡ് സ്മോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് shrubs can be seen only during short summer. Moss and lichens ആണ് നമുക്ക് എപ്പോഴും കാണുക. അതുപോലെ ടോൾ ട്രീസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തണുപ്പുള്ള റീജിയൻസില്, സ്നോഫോൾ ഉള്ള റീജിയൻസില്. മെയിൻ ആയിട്ട് അവിടെ കാണുന്ന ഫോണ, നമ്മളവിടെ കാണുന്ന മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പോളാർ ബിയർ അല്ലെ, പോളാർ ബിയറിലെ കാണാം, റെയിൻ ഡിയറെ കാണാം, ചില സീ ആനിമൽസ് ഒക്കെ ഉണ്ട്, വെയിലുകള്, അതുപോലെ സീൽസ്, മറ്റ് ഫിഷുകൾ, അതിന്റെയൊക്കെ പിക്ചേഴ്സ് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. തണുത്തുറഞ്ഞിരിക്കുന്ന ഇവർക്കെല്ലാം തന്നെ ആ ഒരു തണുപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുവരെ കണ്ട ഡിഫറെന്റ് റീജിയൻസിനെ ഒന്ന് ഷോർട്ട് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാത്തവരുണ്ടോ നിങ്ങള്? എന്നാ നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചൊന്നുകൂടി പഠിച്ചാലോ? അപ്പൊ നമ്മൾ പറയുന്നത് ആദ്യം ടുൻഡ്ര റീജിയനെ കുറിച്ചിട്ടാണ്. ഇവിടെയുള്ള പ്രത്യേകത നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം ഒന്നുകൂടെ. നമ്മൾ പഠിച്ചതാണ് നോർത്ത് ഓഫ് ആർട്ടിക് സർക്കിളാണ് കാണുന്നത്. 65.5 ഡിഗ്രിയാണ് നമുക്കറിയാം അല്ലെ. 65.5 ഡിഗ്രിയാണ് അവിടെ വരുന്നത്. ഇനിയാണ് പ്രധാനമായിട്ട് മോസസും ലൈക്കൻസും shrubs ഒക്കെ കാണാം. പോളാർ ബിയർ, റെയിൻ ഡിയർ, സീൽ, വെയിൽ ഫിഷസ് ഒക്കെ ഉണ്ട്. ഇൻയൂട്സ് അവിടെ ഉണ്ട്. അവർ ഇടുന്ന ഡ്രസ്സ് ലെതർ വെച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ വൂൾ വെച്ചുണ്ടാക്കിയതാണ്. താമസിക്കുന്ന ഇഗ്ലൂസിലാണ്. ഇനി നമ്മൾ ഹോട്ട് ഡെസേർട്ടിനെ കുറിച്ച് കണ്ടു. 20s and 30 ഡിഗ്രി സൗത്ത് ഓഫ് ഏതാണ് ലാറ്റിറ്റ്യൂഡ് റീജിയനിൽ നമ്മൾ കാണുക എന്ന് പറഞ്ഞു. കാക്ടസ്, അക്കേഷ്യ എല്ലാം അവിടെ ഉണ്ട്. ക്യാമൽ, ഡോങ്കി, ഹോഴ്സ്, ഫോക്സ്, സ്നേക്സ്, ലിസാർഡ്സ് എല്ലാം ഉണ്ട് അല്ലെ. അതുപോലെ പ്രധാനമായിട്ടും ഹണ്ടിങ്ങും കാറ്റിൽ റിയറിങ്ങും ആണ് അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത്. ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പ്രധാനമായ ടെമ്പറേച്ചർ സോണുകളെ കുറിച്ചാണ് കാണുന്നത് കേട്ടോ. നമുക്കിവിടെ ഗ്ലോബിൽ കാണാവുന്ന ടെമ്പറേച്ചർ സോണുകൾ ഏതൊക്കെയാ നമുക്കറിയാം. ട്രോപ്പിക്കൽ സോൺ ഉണ്ട്, അതുപോലെ ടെമ്പറേറ്റ് സോൺ ഉണ്ട്, ഫ്രിജിഡ് സോൺ ഉണ്ട്. അത് രണ്ട് സൈഡിലും നമുക്ക് കാണാം അല്ലെ, രണ്ട് ഹെമിസ്ഫിയേഴ്സിലുണ്ട്. ട്രോപ്പിക്കൽ സോൺ, ടെമ്പറേറ്റ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ. ചിലപ്പോൾ മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണേ. മറ്റൊന്ന്, ടെമ്പറേച്ചർ സോണുകളെ നമുക്ക് ഇക്വേറ്ററിൽ നിന്ന് പോളുകളിലേക്ക് സൺലൈറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അതെന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം ടെമ്പറേച്ചർ സോണുകളിൽ ഡിഫറെന്റ് ടെമ്പറേച്ചർ. അതെന്തുകൊണ്ടാ? സൺലൈറ്റിന്റെ വേരിയേഷൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് അനുഭവപ്പെടുന്നത്. സോ മെയിൻ ഈ ഒരു കാരണം എന്ന് പറയുന്നത് ലൊക്കേഷൻ, അതുപോലെ നിയർനെസ് ടു ദ സീ, കടലിനോട് ചേർന്ന് കിടക്കുന്നത്, അതിന്റെ ഹൈറ്റ് അഥവാ ഓൾട്ടിറ്റ്യൂഡ്, ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് കേട്ടോ. മക്കളെ നമ്മളിവിടെ കാണുക ക്ലൈമാറ്റിക് റീജിയൻസും അവിടെ ടെമ്പറേച്ചർ സോണുകളാണ് കേട്ടോ പഠിക്കണേ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ പ്രധാനമായും വരുന്നത് ട്രോപ്പിക്കൽ സോണിലാണ്. എന്നാൽ ഹോട്ട് ഡെസേർട്ടുകൾ, മരുഭൂമികൾ വരുന്നത് ട്രോപ്പിക്കൽ സോണിൽ തന്നെ. എന്നാൽ ടുൻഡ്ര ക്ലൈമാറ്റിക് റീജിയൻ വരുന്നതോ അത് ഫ്രിജിഡ് സോണിലാണ് കേട്ടോ. ഫ്രിജിഡ് സോണിലാണ്. അപ്പൊ ഓർത്താ മതി, തണുത്തുറഞ്ഞ ടുൻഡ്ര റീജിയൻ എന്ന് പറഞ്ഞ ഫ്രിഡ്ജിലാന്ന് ഓർക്കുക. ഫ്രിഡ്ജിന് എഴുതരുത്, ഫ്രിജിഡ് എഴുതണം കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇസ് ലെസ് ഇൻ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. എന്തുകൊണ്ടാണ്? മനുഷ്യവാസം വളരെ കുറവായ ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അതിന്റെ കാരണം ഇതാണ്, അത് ലൊക്കേറ്റ് ചെയ്യുന്നത് 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ഇക്വേറ്ററിന്റെ ആണ്. അതുപോലെ ഹൈ ടെമ്പറേച്ചർ ആണ് കാലം മുഴുവൻ ഉള്ളത്, വർഷം മുഴുവനും. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് നല്ല ഇടിവെട്ടോട് കൂടിയിട്ടുള്ള
മഴ അല്ലെ, ഇടിവെട്ടും മിന്നലൊക്കെ ഉള്ള മഴ ഉണ്ടാവുന്നുണ്ട്. അവിടെ കൂടുതലും കനത്ത കാടുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഹാബിറ്റേഷൻ വളരെ കുറവാ. ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അവർക്ക് ഇതൊക്കെ ചുള്ളിക്കമ്പൊക്കെ പെറുക്കി കായ്ക്കാനെല്ലാം ഭക്ഷിച്ചിരിക്കാനായിട്ട് ആളുകൾ വളരെ കുറവാ. ഇനി ടു വിച്ച് ക്ലൈമാറ്റിക് റീജിയൻ ഡസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയ ബിലോങ് ടു? ആദ്യമായിട്ട് ആമസോൺ റിവർ ബേസിൻ, അത് എവിടെയാ കാണുക? ഏത് റീജിയനിലാ? യെസ്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ആമസോൺ കാട് ഓർത്താ മതി കേട്ടോ. അത് അറ്റക്കാമ ഒരു ഡെസേർട്ട് അല്ലേ? യെസ്, അപ്പൊ എവിടെയായിരിക്കും? ഹോട്ട് ഡെസേർട്ട് റീജിയനിലാണ്. മറ്റൊന്ന്, ക്ലൈമറ്റ് ഹാസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഡ്രസ്സിംഗ് ഹാബിറ്റ്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യമാണ് കേട്ടോ, ഡ്രസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായ കാലാവസ്ഥയിൽ. അപ്പോ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് ഡ്രസ്സിംഗ് ഹാബിറ്റ് മാറുന്നത് എന്തുകൊണ്ടാ? നമുക്ക് നോക്കാം. ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിങ്ങിനെ വളരെ പ്രധാനമായും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഡെസേർട്ട് റീജിയനിലൊക്കെ ആണെങ്കിൽ ലൂസ് ആയിട്ടുള്ള, കാറ്റൊക്കെ കയറുന്ന ലൂസ് ഫിറ്റ് ആയിട്ടുള്ള, അതുപോലെ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു ചൂട് കുറയാനായിട്ട് അല്ലെ. അപ്പൊ ആ ഒരു അത്രയും ഉയർന്ന ചൂടിനെ നമുക്ക് പ്രതിരോധിച്ച് നമ്മുടെ ശരീരം നിൽക്കാൻ സഹായിക്കും. അതുപോലെ ടർബൻസ് ഉപയോഗിക്കുന്നുണ്ട്, പാർഷ്യലി കവറിംഗ് ദ ഫേസ്. ഇതും അവരുടെ സ്പെഷ്യാലിറ്റി ആണ്. ഇത് അവരെ പ്രധാനമായിട്ടും ഇതൊരു സ്റ്റൈല് മാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് ദം സേവ് ദം ഫ്രം ദ ഡസ്റ്റി വിൻഡ്. പൊടിക്കാറ്റിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കും. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് ക്ലൈമാറ്റിക് റീജിയൻ? എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു പെർട്ടിക്കുലർ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ടാവുന്നതിനെ സ്വാധീനിക്കുക? മിസ് നേരത്തെ തന്നെ പറഞ്ഞ ആൻസർ ആണ് ലൊക്കേഷൻ, നിയർനെസ് ടു ദ സീ, ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്ലൈമാറ്റിക് റീജിയനെ ഫോം ചെയ്യുന്നതിനെ ആശ്രയിക്കുന്ന കാരണങ്ങൾ. മറ്റൊരു ചോദ്യം നമുക്ക് കാണാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പിഗ്മീസ്? അല്ലെ, നമ്മൾ പറഞ്ഞവരാണ്. ആദ്യം നമ്മൾ കണ്ടത് പിഗ്മികളെ കുറിച്ചിട്ടാണ് അല്ലെ. അവര് പ്രധാനമായിട്ടും ഷോർട്ട് സ്ട്രേച്ചേഴ്സ് ആണ്, അതുപോലെ ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ളവരാണ്. അവര് മാന്റെ സ്കിന്ന് ധരിക്കുകയും ലീവ്സ് അവരെ വസ്ത്രങ്ങളായിട്ടൊക്കെ ധരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അല്ലെ. പിഗ്മികളെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടതാണ്. അതുപോലെ അവര് സെമി സർക്കുലർ വീടുകളാണ് പണിയുന്നത്. അതും മരങ്ങളുടെ ബ്രാഞ്ചുകളും അതുപോലെ ലീവ്സ് ഒക്കെ ഉപയോഗിച്ചാണ് പണിയുന്നത്. അവരെ പ്രധാനമായിട്ടുള്ള സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്ന കപ്പയ, എന്താണ്, കസാവ അഥവാ ടെപ്പിയോക്ക. അതുപോലെ ഹണ്ടഡ് മൃഗങ്ങളെ വേട്ടയാടി ഇതിന്റെ മാംസം കഴിക്കുകയും കാട്ടിൽ നിന്ന് കായ്കനികളും ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അവര്. They dearly love and care their forest. അവർക്ക് കാട് എന്ന് പറഞ്ഞ അവരുടെ വീടായിരുന്നു. അതുപോലെയാണ് അവരതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അപ്പോ നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഡൈവേഴ്സിറ്റീസ് അല്ലെ, വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന ഈ ഒരു ചാപ്റ്റർ നന്നായി തന്നെ പഠിച്ചെടുത്തല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ചരിത്രപരമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 2 ഈസി ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരെങ്കിലും ഇതിന് മുന്നത്തെ ചാപ്റ്റർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് യൂട്യൂബിൽ കാണുക. അതുപോലെ കൂടുതൽ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ എക്സാം പോയിന്റ് വെച്ച് പഠിച്ചവർക്ക് കഴിഞ്ഞ എക്സാമിന് ഫുൾ A1 കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ഈ ഒരു എക്സാമിന് നിങ്ങൾക്കും ന്യൂ ഇയർ ആയിട്ട് നിങ്ങളുടെ പാരന്റ്സിനെ ഹാപ്പി ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലീഡിംഗ് സോഴ്സിൽ നിന്നും എക്സാം പോയിന്റ് ഗൈഡുകൾ വാങ്ങി പഠിക്കുക. നമ്മൾ ഈ ഒരു റിവിഷൻ കഴിയുമ്പോൾ എക്സാം ഡേയ്സിന്റെ അടുത്താവുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മാരത്തോൺ ക്ലാസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നല്ലൊരു ഇമ്പോർട്ടന്റ് റീക്യാപ്പ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിലൊക്കെ കാണണം. ഒരു ക്ലാസ് മിസ് ചെയ്യാതെ എക്സാം പോയിന്റ് ചേർന്ന് പഠിക്കുക. I hope you all can score the best during this exam days. Wish you all the very best. Bye bye.